അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനികളെ, നാം ഓരോരുത്തരും പാപമോചനം ആഗ്രഹിക്കുന്നവരാണ്. നമ്മുടെ ജീവിതത്തിൽ നാം ഇസ്തിഗ്ഫാറിനെ മുറുകെ പിടിക്കണം. അതിനുള്ള ഒരു പരിശീലനമാകട്ടെ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ ശരീഫ്. മഗ്ഫിറത്തിൻ്റെ 10 മാത്രമല്ല, ഇനി അടുത്ത ഇത്ഖും മിനന്നാർ നരകമോചനത്തിൻ്റെ 10 നാം ധാരാളമായി അള്ളാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ തേടണം. അതുകൊണ്ടും അവസാനിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇസ്തിഗ്ഫാറിനെ, പാപമോചനം അർത്ഥിക്കുന്നതിനെ നാം ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളും നേട്ടങ്ങളും നമുക്കുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചില നേട്ടങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം മനസ്സിലാക്കിയത്. നമ്മുടെ ഹൃദയത്തെ കഴുകി ശുദ്ധീകരിക്കാൻ നമ്മെ സഹായിക്കുന്നത് നാം ചൊല്ലുന്നതായി ഇസ്തിഗ്ഫാറുകളാണ്. റബ്ബിനെ മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിലേക്ക് മനസ്സ് തിരിച്ചുകൊണ്ട്, അള്ളാഹുവെ നീ എനിക്ക് പുറത്തു തരണമേ എന്ന് അസ്തഗ്ഫിറുല്ലാഹൽ അളീം എന്ന് അടിമ പറയാൻ തയ്യാറായാൽ അത് അള്ളാഹുവിന് ഏറെ ഇഷ്ടമുള്ളതായ അമലാണ്. മഹാനായ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരിക്കൽ ഇബ്ലീസ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറഞ്ഞു, വ ഇസ്സത്തിക, അല്ലാഹുവേ നിന്റെ ഇസ്സത്ത് തന്നെ സത്യം, ല അബ്റഹു ഉഗ്വി ബനി ആദമ മാ ദാമത് അർവാഹുഹും ഫി അജ്സാമിഹിം, മനുഷ്യ ശരീരത്തിൽ ആത്മാവ് അവശേഷിക്കുന്നിടത്തോളം കാലം അവനെ ഞാൻ തിന്മയിലേക്ക് നയിച്ചുകൊണ്ടേയിരിക്കും, തിന്മയിലേക്ക് പ്രേരണ കൊടുത്തുകൊണ്ടേയിരിക്കും. ഇബ്ലീസ് അള്ളാഹുവിനോട് സത്യം ചെയ്ത് പറയുകയാണ്, വ ഇസ്സത്തിക, റബ്ബേ നിൻ്റെ ഇസ്സത്ത് തന്നെ സത്യം, അവർ മനുഷ്യ ശരീരത്തിൽ ആത്മാവ് അവശേഷിക്കുന്നിടത്തോളം കാലം അവരെ ഞാൻ തിന്മയിലേക്ക് പ്രേരിപ്പിച്ചു കൊണ്ടേയിരിക്കുമെന്ന് പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നല്ല മറുപടി കൊടുത്തു. എന്താണെന്നറിയോ? ലാ അസാലു അഗ്ഫിറു ലഹും മസ്തഗ്ഫറൂനി, എൻ്റെ അടിമ എന്നെ മനസ്സിലാക്കി എന്നിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്നിടത്തോളം കാലം ഞാൻ അവർക്ക് പുറത്തു കൊടുത്തുകൊണ്ടേയിരിക്കും. ലാ അസാലു അഗ്ഫിറു ലഹും, ഞാൻ അവർക്ക് പുറത്തു കൊടുത്തുകൊണ്ടേയിരിക്കും. മസ്തഗ്ഫറൂനി, അവർ എന്നെ മനസ്സിലാക്കിക്കൊണ്ട് എന്നിലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്യുന്നിടത്തോളം കാലം ഞാൻ അവർക്ക് പുറത്തു കൊടുത്തുകൊണ്ടേയിരിക്കുമെന്ന് നമ്മുടെ റബ്ബ് ഇബ്ലീസിന് മറുപടി കൊടുത്തതായി പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ബഹുമാനികളെ, അല്ലാഹു തആല നമുക്ക് പുറത്തു തരും. നാം ചെയ്യേണ്ടത് അള്ളാഹുവിലേക്ക് മനസ്സ് തിരിച്ചുകൊണ്ട്, റബ്ബേ എനിക്ക് നീ പുറത്തു തരണമേ എന്ന് പറയാൻ തയ്യാറാവുക എന്നതാണ്. അത് മഗ്ഫിറത്തിൻ്റെ 10 മാത്രമല്ല, നരകമോചനത്തിൻ്റെ 10 മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ഉടനീളം കഴിയുമ്പോഴൊക്കെ നാം രാത്രി സമയങ്ങളിൽ പ്രത്യേകിച്ച് അത്താഴ സമയം, തഹജ്ജുദിൻ്റെ സമയത്തൊക്കെ ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിക്കാൻ നാം തയ്യാറാകണം. അല്ലാഹു തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാൻ ശരീഫിൽ പാപമോചനം കിട്ടിയവരിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാസികളായ നമ്മുടെ സഹോദരങ്ങൾ, നമുക്ക് വേണ്ടപ്പെട്ടവർ എല്ലാവർക്കും അള്ളാഹു സമാധാനവും സുരക്ഷിതത്വവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എവിടെയെല്ലാം യുദ്ധത്തിൻ്റെ ഭീതിയുണ്ടോ അവിടെയെല്ലാം അല്ലാഹു തആല സമാധാനവും സുരക്ഷിതത്വവും നൽകി അള്ളാഹു എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ആഖിബത്ത് അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. നമ്മോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി അള്ളാഹു സമാധാനം പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് മൺമറിഞ്ഞവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. വആഖിറു ദഅവതനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.